ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ഏഞ്ചലിൻ്റെ വിങ്സ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ 8 പ്ലെയിൻ്റെ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 2 വിങ്സാണ് നമുക്കിവിടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് എല്ലാ വലുപ്പത്തിലും നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് മെഷർമെൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു 4 ഇഞ്ച് ഈ ഒരു ഇതിലാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്കിതിൻ്റെ വിങ്സ് ചെയ്തെടുക്കാം. വിങ്സ് ഞാൻ ചെയ്തത് 8 പ്ലേ യാണാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിങ്ങനെ ഒരു ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡ് യാണ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു നമ്മൾ ലേസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു യാണാണ്, തിന്നായിട്ടുള്ളൊരു യാണാണ്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഈ ഒരു യാണും അതുപോലെ വൈറ്റ് യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 1 2 3 4 5 6 6 ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് യാൺ ഓവർ ചെയ്യാം. 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റിച്ചിലും യാൺ ഓവർ ചെയ്ത് ഒരു ഹാഫ് ഡി സി ചെയ്യുക. 2 തേർഡ് ചെയിനിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. 3 ഫോർത്ത് ചെയിൻ നമ്മൾ ലാസ്റ്റ് ചെയിനിലും നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 6 ചെയിൻ ഇട്ടിട്ട് ചെയ്തപ്പോൾ 4 ഹാഫ് ഡി സി ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി ചെയിൻ 1 ചെയ്യുക, നമുക്ക് വർക്ക് ടേൺ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, സെയിം സ്പേസിൽ നമുക്കൊരു ഹാഫ് ഡി സി ചെയ്യാം. അടുത്ത ചെയിനിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. സെക്കൻഡ് വണ്ണിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക, 2 ആയി. തേർഡ് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഹാഫ് ഡി സി ചെയ്യുക, 3 ആയി. ഫോർത്ത് വണ്ണിലും നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ താഴെയും 4 സ്റ്റിച്ച് കിട്ടി, 4 ഹാഫ് ഡി സി കിട്ടി, മുകളിലും 4 ഹാഫ് ഡി സി കിട്ടി. ഇനി നമ്മൾ ഇവിടുന്ന് 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് വർക്ക് ടേൺ ചെയ്യുക, എന്നിട്ട് യാൺ ഓവർ ചെയ്യുക. 3ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് ലൂപ്പാണ് ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ബാക്ക് ലൂപ്പ് എന്ന് പറഞ്ഞത് ഈ ഭാഗം വരുന്നത് ഫ്രണ്ട് ലൂപ്പ്, ഈ ലൂപ്പ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നു. അപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 2 എണ്ണമായി. 3 4 5 6. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിൽ ഇവിടേക്ക് 4 ചെയിൻ സ്റ്റിച്ചിട്ട് ചെയ്തതുകൊണ്ട് 2 സ്റ്റിച്ച് അധികം കിട്ടി. അപ്പോൾ നമുക്കിവിടെ ഇതിൽ 2ലും 4 എണ്ണം, ഇവിടെ നമുക്ക് 6 സ്റ്റിച്ചാണുള്ളത്. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ളത് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ടിലും 6 ഹാഫ് ഡി സി ആണ് കിട്ടുക. ഓരോ ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 6 ഹാഫ് ഡി സി ആണ് കിട്ടുക. കൗണ്ട് ചെയ്ത് ചെയ്യുക കേട്ടോ. 1 2 3 4 5. ഞാൻ ഇവിടെ 8 പ്ലേ ആണ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 4 പ്ലേയുടെ 2 യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 8 പ്ലേ ഉണ്ടെങ്കിൽ 8 പ്ലേ യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല കട്ടിയിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു വിങ്സ് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ കൊയഞ്ഞ് കളിക്കും. അപ്പോൾ അതിനാണ് ഞാനിവിടെ 8 പ്ലേ യൂസ് ചെയ്തിട്ടുള്ളത്. 8 പ്ലേ ഇല്ലെങ്കിൽ 2 യാണ് വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. ഇനി നമുക്ക് 1 2 3 4 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക,
മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. സെക്കൻഡ് വണ്ണിലും ഒരു ഹാഫ് ഡി സി ചെയ്യുക. 2 ഹാഫ് ഡി ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുക. ഈ റൗണ്ടിൽ നമുക്ക് എല്ലാ റൗണ്ടിലും നമുക്ക് രണ്ടെണ്ണം കൂടി വരും. ഇതിൽ നമുക്ക് 4 സ്റ്റിച്ചാണ്, ഇതിൽ 6 ആയി. ഇനി അടുത്തതിൽ 8 സ്റ്റിച്ച് ഉണ്ടാവും. അങ്ങനെ രണ്ടെണ്ണം നമ്മൾ ആഡ് ചെയ്തിട്ടാണ് വിങ്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 കിട്ടി. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം സ്പേസിൽ ഒരു ഹാഫ് ഡി സി ചെയ്യുക. 1 ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. എല്ലാത്തിലും നമ്മൾ ബാക്ക് ലൂപ്പാണ് യൂസ് ചെയ്യുന്നത്. 2 3 4 5 6 7 8. അങ്ങനെ നിങ്ങൾ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് 4 ചെയിന് എക്സ്ട്രാ ഇടുകയാണ്. 1 2 3 4 4 ചെയിൻ എക്സ്ട്രാ ഇട്ടിട്ട് വർക്ക് ടേൺ ചെയ്യുക, yarn over ചെയ്യുക. മൂന്നാമത്തെ ചെയിനിൽ ബാക്ക് ലൂപ്പിൽ യൂസ് ചെയ്തിട്ട് ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 10 സ്റ്റിച്ച് ഉണ്ടാവും കേട്ടോ. 1 2 2 സ്റ്റിച്ച് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. 1 2 3 4 5 6 7 8 9 10. ഇപ്പോൾ റൗണ്ടിൽ നമുക്ക് 10 ഹാഫ് ഡി സി കിട്ടി. ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. സെയിം സ്പേസിൽ 1 ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. ഓരോ റൗണ്ടിലും ഞാൻ പറയുന്നുണ്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണം. 2 3 4 5 6 7 8. അപ്പോൾ ഈ റൗണ്ടിലും 9 10. അപ്പോൾ നമ്മൾ ഈ റൗണ്ടിലും നമുക്ക് 10 ഹാഫ് ഡി സി ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഓരോ റൗണ്ടിലും നമുക്ക് 2 സ്റ്റിച്ചസ് ആഡായി വരും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഈ വിങ്സിൻ്റെ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് വർക്ക് ടേൺ ചെയ്യുക. വർക്ക് ടേൺ ചെയ്തതിന് ശേഷം 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് yarn over ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഹാഫ് ഡി സി ചെയ്യുക. അപ്പോൾ നമുക്കിത് എത്ര വലുപ്പത്തിലും വേണമെങ്കിലും നമുക്ക് ഈ ഒരു വിങ്സ് ചെയ്തെടുക്കാം. അപ്പം പിന്നെ ഇത് നമ്മൾ ഏത് കളേഴ്സിലും നമുക്ക് ചെയ്യാം. നമ്മൾ പൊതുവേ ഒരു വൈറ്റ് കളറിലാണ് ഈ ഒരു ഇതൊക്കെ ചെയ്യാറ്, വിങ്സൊക്കെ ചെയ്യാറ്. അപ്പം ഈ ഒരു എത്രയാണോ നിങ്ങൾക്ക് മെഷർമെൻറ്റ് വേണ്ടത്, എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് ചെയ്യുക. നമ്മൾ ടാപ്പിൽ അളവെടുക്കുക, എന്നിട്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ സ്റ്റിച്ചസൊക്കെ കൗണ്ട് ചെയ്ത് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ചില നൂല് കട്ടിയുള്ളതും ചില നൂല് കട്ടി കുറഞ്ഞ നൂലുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടൂല. പിന്നെ 8 പ്ലേ ആണ് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. 8 പ്ലേ ആകുമ്പോൾ നമുക്ക് ഏകദേശം സെയിം തന്നെ കിട്ടും. അപ്പോൾ ഓരോ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് നമുക്ക് എത്രയാണോ സ്റ്റിച്ച് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഈ ഒരു 4 ചെയിൻ എന്നുള്ള ഒരു പാറ്റേൺ ഉണ്ടല്ലോ,
ആ പാറ്റേൺ ഇങ്ങനെ 4 ചെയിൻ ആഡ് ആകുമ്പോൾ ഓരോ റൗണ്ടിലും നമുക്ക് 2 സ്റ്റിച്ചസ് ആഡായി വരും. അപ്പോൾ നമുക്ക് നല്ല ഒരു വൃത്തിക്കുള്ള ഒരു ഇത് കിട്ടും, വിങ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ച് കിട്ടുമെന്ന് നമ്മൾ എഴുതി വെക്കുക. അതിന് ശേഷം ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, വർക്ക് ടേൺ ചെയ്യുക. ചെയിൻ 1 ചെയ്ത് വർക്ക് ടേൺ ചെയ്തിട്ട് പിന്നെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ളത് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുക. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. 3 ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ കേട്ടോ. ഓരോ റൗണ്ടിലും 4 5 6 7 8 9 10 11 12. ഇനി നമ്മൾ ചെയിൻ 1 2 3 4 ചെയിൻ ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് DC ചെയ്യുക. ഈ റൗണ്ടിൽ നമുക്ക് 2 സ്റ്റിച്ചസ് ആഡായി വരും ഈ 4 ചെയിൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പം 2 ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യണേ. 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 14 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഈ ഒരു വിങ്സിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഒരു 7 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ ഒരു 3 ഇഞ്ചിൻ്റെ അടുത്ത്, 3 ഇഞ്ച് കറക്റ്റ് ഇല്ല, 2.5 ഇഞ്ചിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു മെഷർമെൻറ്റ് മതി. നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ 4 ചെയിൻ ചെയ്തിട്ട് ഇങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ജിഗ്ജാക്ക് പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്യുക. ഞാനിപ്പോൾ 2 യാൺ എടുത്തതുകൊണ്ട് ഒരു യാൺ ഞാൻ കുറച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാണ്. നിങ്ങൾ ഒരു യാണാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഞാൻ 2 യാൺ എടുത്തതുകൊണ്ട് ഒന്ന് ഞാനിങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേത് കുറച്ച് അധികം ടൈലൻ്റ് എടുത്തിട്ട് നമുക്കൊന്ന് തുന്നി കൊടുക്കാനാണ് വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യാൺ ഇങ്ങനെ വലിച്ചിട്ട് മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു യാൺ ഉണ്ടല്ലോ, നമ്മൾ ടൈലൻ്റ് എടുത്തിട്ടുള്ള ഈ യാൺ നമുക്കൊന്നിങ്ങനെ മുന്നിലേക്കും ബാക്കിലേക്കും ആക്കിയിട്ട് ഒന്ന് ഹൈഡാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ബാക്കിൽ ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു യാൺ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഈ 2 യാണും തമ്മിൽ, ഇപ്പോൾ 2 യാൺ ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ കൂട്ടിക്കെട്ടി കൊടുക്കാൻ കഴിയുന്നത്. ഒരു യാണാണെങ്കിൽ നിങ്ങൾ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ബാലൻസ് വരുന്ന യാൺ കട്ട് ചെയ്ത് റിമൂവ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒരു വൃത്തികേടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുന്നത്. ഒരു യാണാണെങ്കിൽ നിങ്ങൾ ബാക്ക് സൈഡിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് യാൺ വലിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു നീഡിലേക്ക് നമുക്ക് ഈ ഒരു യാൺ കട്ട് ചെയ്ത് യാൺ എടുക്കാം. അതിന് ശേഷം ഞാനിവിടെ ഇവിടുന്ന് നമ്മളിങ്ങനെ ഒരു ഫ്രണ്ട് ലൂപ്പ് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ ഇവിടെ കാണാം. അപ്പോൾ അതിൻ്റെ ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഞാനിങ്ങനെ നമ്മൾ ഇത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട്
കുറച്ച് കട്ടിയുള്ള ഹുക്കായതുകൊണ്ട് വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമുക്ക് എല്ലാത്തിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുക്കാം. ഇതുണ്ട്, ഈ ഒരു ഇവിടെയാണ് ഞാൻ എടുക്കുന്നത്. ഈ ഒരു വടി എടുക്കാം. ലാസ്റ്റ് സ്റ്റിച്ചിലും എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ആക്കാം. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടോ വിങ്സ് പോലെ ആയി വരും. ഇങ്ങനെ വലിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചുരുണ്ടിട്ട് നമുക്ക് നല്ല ഒരു നമ്മളെ ഒരു എന്താണ് ഏഞ്ചലിൻ്റെ വിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് റിവേഴ്സ് ആയിട്ട് ഒന്നും കൂടി ഇങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ ഒരു നീഡിലിൻ്റെ ഈ ഭാഗം ഭയങ്കര കട്ടിയുള്ളതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് കട്ടി കുറഞ്ഞ നീഡിൽ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഈ രണ്ട് യാണും തമ്മിൽ, ഇത് നമ്മൾ നേരത്തെ ടൈലൈറ്റ് എടുത്തിട്ടുള്ള ആ ഒരു കട്ട് ചെയ്തിട്ടുള്ള യാണാണ്. ഈ യാണും ആ യാണും തമ്മിൽ നമുക്കൊന്ന് കൂട്ടിയിട്ട് കെട്ടി കൊടുക്കാം. എന്താ നമ്മൾ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു 8 പ്ലേ ആണാണ് യൂസ് ചെയ്തതുകൊണ്ട് നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ കൊഴിഞ്ഞ് കളിക്കും. അതിന് ശേഷം ഇത് 2 or 3 പ്രാവശ്യം നമുക്ക് കെട്ടി കൊടുക്കാം. അതിന് ബാലൻസ് വരുന്ന യാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഞാൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് ബോർഡർ കൊടുക്കാം. വെച്ച് നോക്കാം അത് കറക്റ്റ് അല്ലേ നമ്മൾ ചെയ്തത്. ഓക്കെ, കറക്റ്റാണ്. ഇനി ഞാനിവിടെ ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡൻ കളർ യാണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. തിന്നായ യാണായതുകൊണ്ട് ഒരു 2 പ്ലേ യാണാണിത്. അപ്പോൾ തിന്നായ യാണായതുകൊണ്ട് ഞാനിത് 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടൈലൻ്റ് അധികം എടുക്കുക. എന്നിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഇനി ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ടൈലൻ്റ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ ഹൈഡാക്കി കൊടുക്കാം. എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലേസൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു യാണാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡൻ കളറിൽ നമ്മൾ മറ്റ് 2 പ്ലേ യാൺസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു യാൺ ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചാൽ ബാക്ക് സൈഡിലേക്ക് ഇത് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. ഇങ്ങനെ പിടിക്കാം. അല്ലാതെ ഇങ്ങനെ അവിടെ തൂങ്ങിക്കിടക്കുമ്പോൾ ഒക്കെ ഒരു ബോറാണ്. നമ്മളിങ്ങനെ ചുറ്റിലും ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയാണിത് ഈ ഒരു ബോർഡറൊക്കെ ചെയ്യുമ്പോൾ. ബോർഡർ ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള വിങ്സും നമുക്ക് ചെയ്യാം കേട്ടോ. വിങ്സ് എപ്പോഴും നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇതൊരു ഒരു വെറൈറ്റിയാണ് ഇങ്ങനെ ഒരു ബോർഡറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ. ഈ ഒരു എൻഡ് വരെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എഡ്ജിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു എഡ്ജിൽ
2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. സെയിം സ്പേസിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഈ ഒരു 2 3 ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 2 3 സ്റ്റിച്ചാണ് ഈ ഒരു സെയിം സ്പേസിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം കൊണ്ട് ടേൺ ആയിട്ട് വരും ചെയ്യും. നമുക്കിങ്ങനെ പിന്നെ നമ്മൾ ഈ ഭാഗം മാത്രം 3 സ്റ്റിച്ച്, പിന്നെ ബാക്കി എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളിവിടെ ഫസ്റ്റ് വിങ്സിന് ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വിങ്സിന് നമ്മൾ നല്ല ഭാഗം വെച്ചിട്ടാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് വിങ്സിന് നമ്മൾ ബോർഡർ കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, പിന്നെ നമ്മളിങ്ങനെ വിങ്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ വിങ്സ് ആവുക. അപ്പോൾ നമ്മൾ വിങ്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുമ്പോഴാണ് ഇതാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ബോർഡർ ചെയ്യുന്നത്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് ബോർഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വിങ് നമ്മൾ ചെയ്തത് നല്ല ഭാഗത്താണ്. ഈ വിങ്സിന് നമ്മൾ ബോർഡർ കൊടുക്കുന്നത് ഇതാണ് നല്ല ഭാഗം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിലാണ് ബോർഡർ കൊടുക്കുന്നത്. നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കാം. ചെയിൻ 1 ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു യാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ഹൈഡ് ആക്കാം. ഇവിടെ ഉണ്ടൊരു യാണ്, നമ്മൾ കട്ട് ചെയ്ത യാണാണ്. അത് ഇതിൻ്റെ കൂടെ നമുക്ക് ഒന്നിച്ച് പിടിച്ചിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ഹൈഡായി പോയിക്കോളൂ കേട്ടോ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലെത്തിയിട്ടുണ്ട്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു ചെയിനിൽ തന്നെ 3 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 2 3 3 സ്റ്റിച്ച് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ ചെയിനിലും നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ ഈ ഫുൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. കുറച്ച് അധികം യാണ് കട്ട് ചെയ്യുക കേട്ടോ. അത് നമ്മൾ യാണെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ലേസ് ഉണ്ടാക്കുന്ന യാണായതുകൊണ്ട് ഈ ഒരു യാണ് ഇങ്ങനെ പെട്ടെന്ന് ഊരി പോകാനൊക്കെ ചാൻസ് ഉള്ളൊരു യാണാണ്. ഒരു കമ്പി പോലെയൊക്കെയാണ് ഈ ഒരു യാണുള്ളത്. പക്ഷെ ഭയങ്കര ഗ്ലേസിങ്ങും നല്ലൊരു ഫിനിഷിങ്ങും ഒക്കെ ആണ്. അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്താൽ അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ലൂപ്പിലേക്ക് എടുത്തിട്ട് നമുക്ക് ഈ 2 യാണും തമ്മിലൊന്ന് കൂട്ടി കെട്ടി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാലൻസ് വരുന്ന യാണ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ സെക്കൻഡ് വിങ്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് 2 കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വർക്ക് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് എല്ലാ സൈസിലും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 4 ചെയിൻ ചെയ്യുക, എന്നിട്ട് 2 ഹാഫ് DC എക്സ്ട്രാ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.